അങ്ങനെ വയനാട് ദുരന്തഭൂമിയിൽ നേരിട്ടെത്തി സന്ദർശനം നടത്തുകയാണ്. ഇപ്പോൾ ചൂരൽമലയിലാണ് പ്രധാനമന്ത്രിയും സംഘവും ഉള്ളത്. മുഖ്യമന്ത്രിയും ഗവർണറും ചീഫ് സെക്രട്ടറിയും അടക്കമുള്ള ജില്ലാ കളക്ടറും അടക്കമുള്ളവർ പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. ഇനി അതിനുശേഷം മേപ്പാടിയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കാണ് പോവുക. അതിൽ സെൻറ്റ് ജോസഫ് സ്കൂളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ അറിവനുസരിച്ച് SPG ആണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അതിൻ്റെ സുരക്ഷയുടെ ഭാഗമായി. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സെൻറ്റ് ജോസഫ് സ്കൂളാണ് മേപ്പാടിയിൽ സെലക്ട് ചെയ്തിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന അവിടെയാണ് പ്രധാനമന്ത്രി സംഘവും സന്ദർശിക്കുക. അതിനുശേഷമാണ് കൽപ്പറ്റയിലെ കളക്ട്രേറ്റിലേക്ക് ചേരുന്ന അവലോകന യോഗത്തിൽ പങ്കെടുക്കുക പ്രധാനമന്ത്രി. ഇപ്പോൾ സനോജ് സുരേന്ദ്രൻ കൽപ്പറ്റയിൽ നിന്നും ചേരുകയാണ്. സനോജ്, ഇപ്പോൾ നേരിട്ട് കാര്യങ്ങളൊക്കെ കാണുകയാണ് പ്രധാനമന്ത്രി സംഘവും. ഒരുപക്ഷെ ഇതിൻ്റെ ഔദ്യോഗികമായ തീരുമാനം, അതായത് പ്രത്യേക പാക്കേജ് എന്നതും പിന്നീട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കും എന്നുള്ളത് ഒരുപക്ഷെ ഔദ്യോഗികമായി പിന്നീടായിരിക്കും ഉണ്ടാകുക. പക്ഷേ ഈ അവലോകന യോഗത്തിൽ ഒരുപക്ഷെ എന്ത് നിലപാടാകും കൈക്കൊള്ളുക കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ സൂചനകൾ ലഭിക്കുമായിരിക്കും അല്ലേ സനോജ് സുരേന്ദ്രൻ? തീർച്ചയായിട്ടും അജംഷാദ്, ഉരുൾപൊട്ടലിൽ വിണ്ടുകീറി വിറങ്ങലിച്ച് നിൽക്കുകയാണ് വയനാട്. അവിടേക്കാണ് ഒരു പ്രതീക്ഷയുടെ തുരുത്തായി പ്രധാനമന്ത്രി എത്തുന്നത്. പ്രധാനമന്ത്രിയിൽ കേരളം വലിയ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 2018 പ്രളയത്തിന് ശേഷം ഓക്കിയും പോലുള്ള മഹാദുരന്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാടുകൂടിയാണ് നമ്മുടെ കേരളം. അതിനെല്ലാം നമ്മൾ അതിജീവിച്ചത് ഈ നാട്ടിലെ എല്ലാ മനുഷ്യരുടെയും പിന്തുണ കൊണ്ടാണ്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ സഹായങ്ങൾ കാര്യമായി ആ കാലഘട്ടത്തിൽ കേരളത്തിന് കിട്ടിയിരുന്നില്ല. കേരളം വലിയ സഹായങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത്തരത്തിൽ പ്രതീക്ഷയ്ക്കൊത്തുള്ള ഒരു സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായില്ല. പക്ഷേ ഇന്ന് എന്ന് പറയപ്പെടുന്നത് കേരളം അല്ലെങ്കിൽ രാജ്യം സമീപഭാവിയിൽ കണ്ടിട്ടില്ലാത്ത ഒരു മഹാദുരന്തത്തിനാണ് ഈ നാട് സാക്ഷ്യം വഹിച്ചത്. അപ്പോഴേക്കാണ് ഈ പ്രധാനമന്ത്രി ഇവിടേക്ക് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് 500-ലേറെ മനുഷ്യജീവിതങ്ങൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ കാണാതാവുകയോ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഒരു പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത സ്വപ്നങ്ങളാകെ ഉരുളെടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നേരിൽ കാണുമ്പോൾ കാണുന്ന ആർക്കും ബോധ്യമാവുന്ന കാഴ്ചയാണ്. ഹൃദയഭേദകമാണ് അവിടുത്തെ കാഴ്ചകൾ. ആ കാഴ്ചകൾ കണ്ടുമടങ്ങുന്ന പ്രധാനമന്ത്രിക്ക് കേരളത്തിനോട് അനുകമ്പ പ്രകടിപ്പിക്കാതെ കടന്നു പോകാൻ കഴിയുകയില്ല എന്നൊരു പ്രതീക്ഷയാണ് കേരളം വെച്ച് പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ അർഹമായ ഒരു പരിഗണന ഈ കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് കേരളമുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി കൽപ്പറ്റയിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയതിനു ശേഷം അദ്ദേഹം ഇവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ചൂരൽമലയിലും മുണ്ടക്കൈ പ്രദേശങ്ങളിലും ആകാശമാർഗം അവിടുത്തെ ദൃശ്യങ്ങൾ അദ്ദേഹം കണ്ടു. പ്രത്യേകിച്ച് ചൂരൽമലയിലും ഒപ്പം തന്നെ മുണ്ടക്കൈയിലും ഒപ്പം തന്നെ പുഞ്ചിരിവട്ടം മുണ്ടക്കൈ മേഖലയിൽ പ്രധാനമന്ത്രിക്ക് നേരിട്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹത്തിന് അവിടേക്ക് കടന്നു പോകാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി പോലെയുള്ള VVIPകൾക്ക് ആ പ്രദേശങ്ങളിലേക്ക് സന്ദർശിക്കണമെങ്കിൽ സമാന്തരമായി മറ്റൊരു പാത കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ സുരക്ഷാ സേന അവിടേക്ക് ഇത്തരം ആളുകളെ എത്തിക്കുകയുള്ളൂ. മാത്രമല്ല, അവിടേക്കൊരു മുണ്ടക്കൈ പുഞ്ചിരിവട്ടം പ്രദേശങ്ങളിലേക്ക് ഒരു പാത മാത്രമാണ്. അതാണെങ്കിൽ പ്രളയത്തെ തുടർന്ന് നിരവധി വാഹനങ്ങൾ സഞ്ചരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം അങ്ങോട്ടേക്ക് കടന്നു പോവാതെ ആ പ്രദേശങ്ങളിലെ കാഴ്ചകൾ ആകാശമാർഗം പ്രധാനമന്ത്രിക്ക് കാണാൻ വേണ്ടി ഹെലികോപ്റ്റർ മാർഗം അദ്ദേഹം സ്വീകരിച്ചത്. ആ പ്രദേശങ്ങളിൽ സന്ദർശിച്ചതിന് ശേഷം കൽപ്പറ്റയിൽ ഹെലികോപ്റ്റർ ഇറങ്ങി അവിടെ നിന്നും റോഡ് മാർഗം ചൂരൽമലയിലേക്ക് പോവുകയാണ്. ചൂരൽമല വരെ കാര്യമായ പ്രശ്നങ്ങളില്ല. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു പോകുന്നതിനുള്ള മാർഗമുണ്ട്. അതിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ പ്രദേശത്തെ പാത സഞ്ചാരയോഗ്യമാക്കി മാറ്റിയിരുന്നു. ഒപ്പം തന്നെ ചൂരൽമലയിലാണ് മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്ന ബെയിലി പാലം സൈന്യം പണി കഴിച്ചത്. ആദ്യ സമയങ്ങളിൽ അക്കരെയുള്ള, അതായത് മുണ്ടക്കൈ പുഞ്ചിരിവട്ടം പ്രദേശങ്ങളിലുണ്ടായിരുന്ന ആളുകളെ മറുകരയിലേക്ക് എത്തിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാതെ നാട് പകച്ചു നിൽക്കുമ്പോഴാണ് രക്ഷാപ്രവർത്തകരായി ഫയർഫോഴ്സ് എത്തുന്നു. പിന്നാലെ സൈന്യം എത്തുന്നു. സൈന്യം ആ പാത നിർമ്മിച്ചതോടുകൂടി സഞ്ചരിക്കാൻ വേണ്ടിയുള്ള ഒരു വഴി തുറക്കുന്നു. അങ്ങനെ ഈ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ഗതിവേഗം പകരുന്നു. അങ്ങനെ സൈന്യത്തിൻ്റെയും നാട്ടിലെ ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും വനം വകുപ്പിൻ്റെയും ഒക്കെ സംയുക്തമായ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനത്തിന് നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചു. ആ ഒരു സാക്ഷ്യം വഹിക്കുമ്പോൾ അവിടെ സൈന്യത്തിൻ്റെ സേവനം നമുക്ക് വിലമതിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു.